എന്ത് പറയണം എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഈ വാർത്ത ആദ്യമായി കേട്ടപ്പോൾ സത്യത്തിൽ മരവിച്ചു പോയൊരവസ്ഥയായിരുന്നു. ആലുവയിൽ 4 വയസ്സുള്ള കുഞ്ഞിനെ അമ്മ പോയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തെ കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് അറിയാം. പക്ഷെ ആ കുഞ്ഞിന് 2.5 വയസ്സുള്ളപ്പോൾ തൊട്ട് സ്വന്തം ചെറിയച്ഛൻ അവളെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്നറിഞ്ഞപ്പോൾ സത്യമായിട്ടും വല്ലാത്തൊരവസ്ഥയിലായി പോയി ഞാൻ. 2.5 വയസ്സ് മാത്രമാണ് പ്രായമെന്ന് ഓർക്കണം. നമ്മുടെ വീടുകളിലൊക്കെ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളില്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി. 1.5 കൊല്ലത്തോളം ഇയാൾ ഈ കുഞ്ഞിനെ നിരന്തരമായി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. എത്ര ഭയാനകമാണ് ആലോചിച്ച് നോക്കി. പുറത്ത് പറയാൻ പറ്റാത്ത അത്രയും ക്രൂരമായ പൈശാചികമായ പീഡനങ്ങൾ ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഒടുവിൽ സ്വന്തം അമ്മ തന്നെ പുഴയിലേക്ക് എറിഞ്ഞ് അവളെ കൊന്നുകളഞ്ഞു. ക്രൂരമായ ഈ ലോകത്ത് നിന്നും അമ്മ മകളെ രക്ഷപ്പെടുത്തി എന്നൊക്കെ സാഹിത്യം എഴുതി അമ്മയെ ന്യായീകരിക്കുന്ന ചിലരൊക്കെ കണ്ടിരുന്നു. എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. അമ്മയായിരുന്നു അവിടുത്തെ ആദ്യത്തെ സസ്പെക്ട്. വേറെ ആരും തന്നെ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. കുഞ്ഞിന്റെ ശരീരം പുഴയിൽ നിന്ന് പുറത്തെടുത്ത ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്തതോടെയാണ് ഇത് വെറും കൊലപാതകം മാത്രമല്ല, ഈ മരണത്തിന് പിന്നിൽ വിവരിക്കാൻ കഴിയാത്ത അതിഭീകരമായ കൊടും ക്രൂരതകളുടെ കഥയും കൂടി ഉണ്ടെന്ന് പുറംലോകം അറിയുന്നത്. അതുവരെയും അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ ഒരു അക്ഷരം വേണ്ടിയിരുന്നില്ല. താൻ കുഞ്ഞിനെ ലൈംഗികമായി ഉപദ്രവിക്കുന്നത് ഈ അമ്മക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് പ്രതി മൊഴി കൊടുത്തിട്ടുള്ളത്. ഒരു തവണ ഈ സ്ത്രീ തന്നെ വഴക്ക് പറയുകയും അടിക്കുകയും ചെയ്തു എന്നും ഇയാൾ പറയുന്നുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിൽ വന്ന വാർത്തകൾ പറയുന്നത് ചെറിയച്ഛൻ തന്റെ മകളെ പീഡിപ്പിക്കുന്ന വിവരം തനിക്ക് അറിയില്ലായിരുന്നു എന്ന് ഈ സ്ത്രീ പോലീസിൽ മൊഴി കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് മകളെ കൊന്നതെന്ന് ചോദിച്ചപ്പോൾ ഭർത്താവ് 2ാമത് വിവാഹം ചെയ്യാൻ തീരുമാനിച്ചതാണത്ര കാരണം. വിവാഹം കഴിഞ്ഞാൽ കുഞ്ഞിനെ തനിക്ക് തരില്ലെന്നും പറഞ്ഞിരുന്നത്ര. അത് കേട്ട് സഹിക്കാൻ കഴിയാതെയാണ് കുഞ്ഞിനെ കൊന്നതെന്നാണ് ഈ സ്ത്രീ പോലീസിൽ മൊഴി നൽകിയത്. എന്നാൽ പോലീസ് ഈ മൊഴി പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. 2.5 വയസ്സ് തൊട്ട് ഈ കുഞ്ഞിനെ താൻ പീഡിപ്പിക്കുന്നുണ്ട് എന്ന് ചെറിയച്ഛൻ എന്നാ തെണ്ടി സമ്മതിച്ചതാണല്ലോ. അങ്ങനെയെങ്കിൽ ഈ അമ്മ എന്ന് പറഞ്ഞ ഈ സ്ത്രീ ഈ പീഡന വിവരം അറിയാതിരിക്കാൻ യാതൊരു കാരണവും കാണുന്നില്ല. അത്രയും ചെറിയ കുട്ടിയല്ലേ, അതിന് വേദനിക്കില്ലേ, രക്തം വരില്ലേ? ആ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴെങ്കിലും ഈ അമ്മ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ? അതുകൊണ്ട് തന്നെ താൻ ഒന്നും അറിഞ്ഞിരുന്നില്ല എന്ന സ്ത്രീയുടെ മൊഴി വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എല്ലാം അറിഞ്ഞിരുന്നിട്ടും മറ്റൊരാളോട് പറയാതെ എല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ട് ഒടുവിൽ ആ കുഞ്ഞിനെ കൊന്നു. അതാണ് സംഭവിച്ചത്. പക്ഷെ എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നു. ഇനി ഭർത്താവിന് അനിയനുമായി ഈ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീക്ക് വല്ല വഴിവിട്ട ബന്ധവും മറ്റോ ഉണ്ടോ? അത് പുറത്തറിയാതിരിക്കാൻ വേണ്ടിയായിരുന്നോ കുഞ്ഞിനെ ഇയാൾ പീഡിപ്പിക്കുന്ന വിവരം സന്ധ്യ മറച്ചു വെച്ചത്? ഇപ്പോഴും ഒന്നും അറിയില്ല എന്ന് പറയുന്നത്? ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ബാക്കി കിടക്കുകയാണ്. എന്തായാലും ഈ കേസിന് തുടക്കം തൊട്ടുള്ള സംഭവ വികാസങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സംഭവ ദിവസം വീട്ടിനടുത്തുള്ള അംഗനവാടിയിൽ കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ 4 വയസ്സുള്ള പെൺകുട്ടി. അപ്പോഴാണ് അമ്മയായിട്ടുള്ള സന്ധ്യ ഈ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അങ്ങോട്ട് വരുന്നത്. ഉച്ച കഴിഞ്ഞ് ഏകദേശം 3 മണിക്ക് ആയിട്ടുണ്ടാവണം. അങ്ങനെ കുഞ്ഞ് അമ്മയോടൊപ്പം അംഗനവാടിയിൽ നിന്നിറങ്ങി. പക്ഷെ സന്ധ്യ കുഞ്ഞിനെയും കൊണ്ട് നേരെ വീട്ടിലേക്കല്ല പോയത്. അവൾ കുഞ്ഞിനെ കൈ പിടിച്ച് ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടന്നു. തിരുവാങ്കുളം എന്ന സ്ഥലത്തേക്കാണ് അവർ ബസ് കയറിയത്. സന്ധ്യയുടെ സ്വന്തം വീട് അവിടെയാണ്. പക്ഷെ വീട്ടിലേക്കൊന്നും പോയില്ല. തിരുവാങ്കുളത്ത് കുറച്ച് സമയം കറങ്ങിയതിനു ശേഷം ഇവർ നേരെ ആലുവയിലേക്ക് ബസ് കയറി. ആലുവയിൽ നിന്നും മറ്റൊരു ബസ് കയറി മൂവിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തിറങ്ങി. എങ്ങനെയെങ്കിലും സമയം കളയണമെന്ന ഉദ്ദേശം ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. രാത്രി ആരല്ല, ആരും അറിയാതെ ഈ കുഞ്ഞിനെ അപായപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഇരുട്ടിനെ മറവിലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. എനിവേ 3:30 മോളെയും കൂട്ടി അംഗനവാടിയിൽ നിന്ന് ഇറങ്ങിയ സന്ധ്യ പല ബസ്സുകളും മാറി കയറി ഇറങ്ങി ഒടുവിൽ മൂവിക്കുളത്ത് എത്തുന്നത് രാത്രി 7 മണിയോട് അടുപ്പിച്ചാണ്. മൂവിക്കുളത്തുള്ള പാലത്തിന് മുകളിൽ നിന്നും സന്ധ്യ താൻ പെറ്റുപോറ്റിയ മകളെ ചാലക്കുടി പുഴയുടെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരു നിലവിളി പോലും ആരും കേട്ടില്ല. വെള്ളത്തിൽ മുങ്ങി താഴ്ന്നപ്പോൾ ആ പിഞ്ചു കുഞ്ഞ് അമ്മയെന്ന് ഉറക്കെ വിളിച്ചു കാണുന്നു. പക്ഷെ അതൊന്നും കേൾക്കാനും കാണാനും സന്ധ്യ അവിടെ നിന്നില്ല. ഒന്നും സംഭവിക്കാത്ത പോലെ അവൾ അവിടെ നിന്നും തിരിച്ചു നടന്നു. വീട്ടിലെത്തിയതോടെ കുഞ്ഞ് എവിടെയെന്ന് എല്ലാവരും സന്ധ്യയോട് ചോദിക്കാൻ തുടങ്ങി. ബസ്സിൽ വെച്ച് കാണാതായി എന്നായിരുന്നു സന്ധ്യയുടെ മറുപടി. അങ്ങനെ സംഭവം പോലീസ് കേസായി മാറി. അമ്മയുടെ കൂടെ ആയിരുന്നല്ലോ കുഞ്ഞ് അവസാനമായി ഉണ്ടായിരുന്നത്. പോലീസ് അമ്മയെ ചോദ്യം ചെയ്തു. അവരുടെ മൊഴികളിലും പെരുമാറ്റങ്ങളിലുമുള്ള അസ്വാഭാവികത മനസ്സിലാക്കിയ പോലീസ് സന്ധ്യയെ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കി. അങ്ങനെയാണ് മകളെ പുഴയിലേക്ക് എറിഞ്ഞ കഥ പുറത്തു വരുന്നത്. പിന്നീട് പുഴയിൽ തിരച്ചിൽ നടത്തി കുഞ്ഞിന്റെ മൃതശരീരം പുറത്തെടുത്തു. അപ്പോഴേക്കും കേരളം മുഴുവനും ഈ വാർത്ത വലിയ രീതിയിൽ ചർച്ചയായി മാറിക്കഴിഞ്ഞിരുന്നു. വാർത്ത കേട്ടവരെല്ലാം സന്ധ്യയെ ശപിച്ചു. കുട്ടിയുടെ അച്ഛന്റെയും ബന്ധുക്കളുടെയും പ്രതികരണങ്ങൾ വന്നു. കുഞ്ഞിന്റെ മൃതശരീരത്തിന് അടുത്തുനിന്ന് പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുന്ന അച്ഛന്റെയും ചെറിയച്ഛന്റെയും വീഡിയോ വലിയ രീതിയിൽ വൈറലായി. അത് കണ്ട പലരും വീണ്ടും സന്ധ്യയെ ശപിച്ചു. പക്ഷെ ആ പൊട്ടിക്കരച്ചിലുകൾക്ക് പിറകിൽ കൊടും ക്രൂരതയുടെ ഒരു മുഖംമൂടി ഒളിച്ചിരിപ്പുണ്ട് എന്ന് അപ്പോൾ ആരും അറിഞ്ഞിരുന്നില്ല. സന്ധ്യ മാത്രമായിരുന്നു എല്ലാവരുടെയും ആ സമയത്തെ ഫോക്കസ് പോയിന്റ്. സന്ധ്യയെ കുറിച്ചുള്ള പല വാർത്തകളും പുറത്തു വന്നുകൊണ്ടേയിരുന്നു. സന്ധ്യ മാനസിക രോഗിയാണെന്ന് വരെ ആളുകൾ പറഞ്ഞു. അവൾ മുമ്പും കുഞ്ഞിനോട് പലതരത്തിലുള്ള ക്രൂരതകൾ ചെയ്തിട്ടുണ്ടെന്നുമുള്ള ആരോപണങ്ങൾ ഉയർന്നു. മുമ്പ് ഐസ്ക്രീമിൽ വിഷം കലർത്തി മകളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന വാർത്ത വന്നു. അങ്ങനെ കുഞ്ഞിന്റെ കൊലപാതകത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും സന്ധ്യയിൽ തന്നെ അവസാനിക്കുമെന്ന് കരുതിയിരുന്നപ്പോഴാണ് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഫോറൻസിക് സർജൻ ആയിട്ടുള്ള ഡോക്ടർ ലിസ ജോൺ ആണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ കേസിന് ആകെ തല കീഴാക്കി മറിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സാധാരണ മുങ്ങിമരണമാണെങ്കിൽ പോസ്റ്റ്മോർട്ടം പെട്ടെന്ന് തീരേണ്ടതാണ്. എന്നാൽ ഈ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം കുറച്ചധിക സമയം നീണ്ടു നിന്നിരുന്നു. അപ്പൊ തന്നെ പോലീസിന് ചില സംശയങ്ങളൊക്കെ തോന്നിയിരുന്നു. അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ലിസ
ചില നിർണായക വിവരങ്ങൾ പോലീസിനോട് പറയുന്നത്. കുഞ്ഞിന്റെ ദേഹം പരിശോധിച്ചപ്പോൾ സ്വകാര്യ ഭാഗങ്ങളിൽ അടക്കം മുറിവുകളും രക്തസ്രവവും കണ്ടെത്തിയെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് പോലും കുഞ്ഞ് ഇരയായിരുന്നു എന്നും കൊല്ലപ്പെടുന്നതിന്റെ തൊട്ട് തലേ ദിവസം പോലും കുഞ്ഞ് അതിക്രൂരമായ പീഡനത്തിന് ഇരയായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളും കൂടി പുറത്തു വന്നതോടെ ഈ കേസിന്റെ സ്വഭാവം തന്നെ ആകെ മാറിക്കഴിഞ്ഞിരുന്നു. ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ പോലീസ് കുഞ്ഞിന്റെ അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. എന്നാൽ അവരിൽ നിന്നും വേണ്ട വിധത്തിലുള്ള മറുപടികളൊന്നും ലഭിച്ചില്ല. അങ്ങനെയാണ് കുഞ്ഞിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിക്കുന്നത്. ഇത്രയും ചെറിയ കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെടണമെങ്കിൽ അത് നടന്നിരിക്കാനുള്ള ഏറ്റവും വലിയ സാധ്യത സ്വന്തം വീട്ടിനുള്ളിലോ ബന്ധു വീട്ടിൽ വെച്ചോ തന്നെ ആയിരിക്കണമെന്ന് പോലീസിന് ഉറപ്പായിരുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെട്ട 60% ചൈൽഡ് അബ്യൂസ് കേസുകളിലും പ്രതികൾ കുട്ടികളുടെ ബന്ധുക്കളോ കുട്ടിയുടെ അടുത്ത പരിചയമുള്ള വ്യക്തികളോ ആയിരുന്നു എന്ന ചരിത്രവും പോലീസിന് ഈ നിഗമനത്തിന് ബലമേകി. അങ്ങനെ കുഞ്ഞിന്റെ അച്ഛനെ സഹോദരൻ അടക്കമുള്ള അടുത്ത ബന്ധുക്കളെല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ചോദ്യം ചെയ്യലിനൊടുവിലാണ് ചെറിയച്ചയിലേക്ക് മാത്രമായി പോലീസിന് സംശയം ചുരുങ്ങിയത്. ഒന്നാമതായി ഇയാളുടെ കൂടെയാണ് കുഞ്ഞ് ഏറ്റവും കൂടുതൽ ചെലവഴിച്ചിരുന്നത് എന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ആ കുട്ടിയുടെ അമ്മയും അച്ഛനും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ വഴക്കൊക്കെ കൂടി പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ദൂര സ്ഥലങ്ങളിലേക്കൊക്കെയാണ് പിന്നീട് ജോലിക്ക് പോവുക. ആ സമയത്ത് കുട്ടിയുടെ വീട്ടിൽ പേടിക്ക് രാത്രി കിടക്കാൻ വരുന്നതും മറ്റാവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും ഒക്കെ ചെറിയച്ചനായിരുന്നു. മാത്രവുമല്ല കുഞ്ഞ് ഇയാളുടെ കൂടെ കിടന്നുറങ്ങാറുണ്ടായിരുന്നു എന്ന വിവരവും പോലീസിന് ലഭിച്ചു. പക്ഷെ ഇതൊന്നും ഇയാളാണ് കുഞ്ഞിനെ പീഡിപ്പിച്ചത് എന്നതിനുള്ള തെളിവൊന്നല്ലല്ലോ. കുട്ടികളാവുമ്പോൾ ചെറിയച്ചന്മാരുടെയും മറ്റു ബന്ധുക്കളുടെയും കൂടെയും ഒക്കെ കളിച്ച് നടക്കുന്നതും അവരുടെ കൂടെ ഉറങ്ങുന്നതും ഒക്കെ സ്വാഭാവികമല്ലേ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇയാളുടെ പല മൊഴികളും പോലീസിന് സംശയം ഉണ്ടാക്കി. മാത്രമല്ല ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ പല പോൺ വീഡിയോസും കണ്ടെത്താൻ സാധിച്ചു. ഇയാൾ അത്തരത്തിലുള്ള വീഡിയോകൾക്ക് അഡിക്റ്റ് ആയിരുന്നു എന്ന് പോലീസിന് മനസ്സിലായി. അതോടെ ഇയാളുള്ള സംശയം കടുത്തു. എന്നാൽ തുടക്കത്തിലുള്ള ചോദ്യം ചെയ്യലുകളിലൊന്നും ഇയാൾ കുറ്റം സമ്മതിച്ചിരുന്നില്ല. പിന്നീട് 8 മണിക്കൂറുകളോളം നീണ്ടു നിന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇയാൾ കുറ്റം ഏറ്റു പറയുന്നത്. പറ്റിപ്പോയി സാറേ, ഒറ്റ തവണ അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പൊട്ടിക്കരയുകയായിരുന്നു അത്ര. എന്നാൽ ഒറ്റ തവണയല്ലോ, ഒരുപാട് തവണ കുഞ്ഞ് പീഡനം നേരിട്ടിട്ടുണ്ട്. അതും പ്രകൃതി വിരുദ്ധമായ രീതിയിൽ പോലും പീഡനം നേരിട്ടു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് വെച്ച് പോലീസ് വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് 1.5 വർഷത്തോളം കൂടെ കൊണ്ട് നടന്ന് കുഞ്ഞിനെ പീഡിപ്പിച്ച വിവരം ഇയാൾ തുറന്നു പറയുന്നത്. ഇത് കേട്ടപ്പോൾ പലർക്കും വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇയാളുടെ അയൽക്കാർക്കൊക്കെ ഇയാൾ കുഞ്ഞിനോട് ഇത്ര വലിയ ക്രൂരത ചെയ്തു എന്നൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇവരൊക്കെ കാണുന്നത് ഇയാൾ കുഞ്ഞിനെ കൊഞ്ചിച്ച് നടക്കുന്നതാണല്ലോ. മാത്രമല്ല കുഞ്ഞ് മരിച്ചു കിടക്കുന്നത് കണ്ട് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട് അഭിനയിച്ച് കരഞ്ഞതും ഇയാൾ തന്നെയാണ്. ആ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര അഭിനയമായിരുന്നു അല്ലേ. ഇത്തിരി സെൻസിറ്റീവ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ക്ലിപ്പ് ഇവിടെ വെക്കുന്നില്ല. ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ഒരു പാവം കുഞ്ഞിനോട് ചെയ്തിട്ടാണ് ഇവൻ കിടന്ന് മെഴുകുന്നത്. ആലോചിക്കുമ്പോൾ തന്നെ എന്തോ പോലെ ആവുന്നു. 2.5 വയസ്സ് തൊട്ട് ആ കുഞ്ഞ് അനുഭവിച്ച പീഡനങ്ങൾ, എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാതെ അവൾ സഹിക്കേണ്ടി വന്ന വേദനകൾ, 2.5 വയസ്സുള്ള കുഞ്ഞിനോടൊക്കെ ഇവരെങ്ങനെയാണ് കാമം തോന്നുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. പിഞ്ചു കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായമുള്ള മുത്തശ്ശിമാർക്ക് പോലും ഇവിടെ രക്ഷയില്ല എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങളുടെ ഒരു പോക്ക്. ഇത്രയും ഭീകരമായ സെക്സ്വൽ ഫ്രസ്ട്രേഷൻ കൊണ്ട് നടക്കുന്നു കോൾഡ് പ്രെഡേറ്റേഴ്സ് നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളത് ഭീതി ജനിപ്പിക്കുന്ന ഒരു സത്യം തന്നെയാണ്. നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ സ്വന്തം വീട്ടിനകത്ത് പോലും സുരക്ഷിതരല്ല എങ്കിൽ പിന്നെ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണ് എന്ന് തിരിച്ചറിയാൻ പോലും ആകാത്ത പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ് ഉപദ്രവിക്കപ്പെടുന്നത്. അച്ഛനും കൊച്ചച്ഛനും അമ്മാവനും അമ്മയും തുടങ്ങി കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടവർ തന്നെയാണ് ഒട്ടുമിക്ക കേസുകളിലും പ്രതിയായി വരുന്നത്. എന്തൊരു ഭീകരമായിട്ടുള്ള വസ്തുതയാണത് അല്ലേ, ഒന്ന് ഓർത്തു നോക്കി. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും കേരളത്തിൽ എവിടെയെങ്കിലും ഒരു കുഞ്ഞ് ലൈംഗികമായി ഉപദ്രവിക്കപ്പെടുന്നുണ്ടാകാം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന 90% ചൈൽഡ് അബ്യൂസ് കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ആരും അറിയാതെ പോകുന്നെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ കുഞ്ഞിനെ കേസിന് എടുത്തു നോക്കി. കുഞ്ഞ് മരിച്ചത് കൊണ്ടും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത് കൊണ്ടും മാത്രമാണ് ഇങ്ങനൊരു വിവരം പുറംലോകം അറിഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ ആരും അറിയാതെ ഈ കുഞ്ഞിന് എത്ര കാലം ഈ വേദനകൾ സഹിക്കേണ്ടി വന്നേനെ അല്ലെ. ജീവിതകാലം മുഴുവനും ഇതിന്റെ ട്രോമകൾ പേറി കഴിയേണ്ടി വന്നേനെ. എന്നാണ് ഇതിനൊക്കെ അവസാനം ഉണ്ടാവുക? വണ്ടിപ്പെരിയാറിലെയും വാളാറിലെയും ഇപ്പൊ ഇത് ആലുവയിലും ഒക്കെ പോലെ എത്ര പിഞ്ചു കുഞ്ഞുങ്ങൾ നമ്മുടെ അയൽപ്പക്കങ്ങളിലും നമ്മുടെ തന്നെ വീടുകളിലും ഉപദ്രവിക്കപ്പെടുന്നുണ്ടാകും. ആരും അറിയാതെ പോകുന്ന എത്ര സംഭവങ്ങൾ ദിവസവും നടക്കുന്നുണ്ടാകും. ഇവന്മാരെയൊന്നും വെറുതെ വിടരുത്. പിഞ്ചു കുഞ്ഞിനെ ഉപദ്രവിക്കുന്നവരെയും അതിനെ കൂട്ടി നിൽക്കുന്നവരെയും അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്നവരെയും എല്ലാം ഒരുപോലെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ജയിലിടണമെന്നല്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞയക്കണം. ഇവരൊന്നും ഇവിടെ ജീവിക്കേണ്ടെന്നേ. ഇവനെ പോലുള്ള ആളുകളൊന്നും ഇവിടെ ആവശ്യമില്ല. ഇവനൊന്നും സെക്കൻഡ് ചാൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിഞ്ചു കുഞ്ഞുങ്ങളുടെ നിസ്സഹായാവസ്ഥ മുതലെടുത്ത് കാമം തീർക്കുന്ന പ്രെഡേറ്റേഴ്സിനൊക്കെ എന്തിനാണ് ഒരു സെക്കൻഡ് ചാൻസ്? 8-10 കൊല്ലം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഇവനൊക്കെ ഇതിനും വലിയ ക്രൂരതകളൊന്നും ചെയ്യില്ല എന്ന് എന്താണ് ഉറപ്പ്? ഈ ഡെത്ത് പെനാൽറ്റിയോട് പൂർണ്ണമായി യോജിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ ഇത്തരം കേസുകളിലൊക്കെ പ്രതികൾക്ക് മാക്സിമം ശിക്ഷ നൽകേണ്ടത് അത്യാവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ഞങ്ങളുടെ മക്കൾക്കും ഇവിടെ ജീവിക്കണം. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ആരും ഭയക്കാതെ ഇവിടെ പാറി പറന്ന് നടക്കാൻ കഴിയണം. അതിന് ഇതുപോലുള്ള നരഭോജികളെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കണം. എന്തായാലും ഈ കേസിൽ കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അച്ഛന്റെയും അമ്മയുടെയും പങ്കുൾപ്പെടെ എല്ലാവരുടെയും പങ്കിനെ കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. സ്വന്തം വീടുകളിൽ പോലും രക്ഷയില്ല എങ്കിൽ പിന്നെ എവിടെയാണ് ഈ നാട്ടിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുക എന്ന ചോദ്യം മാത്രം നിങ്ങളുടെ മുന്നിൽ ബാക്കി വെച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.